ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രേവതി സച്ചിയോട് പറയുന്നുണ്ട്, നമ്മളുള്ളപ്പോൾ ആദ്യം ഒരിക്കലും ഒറ്റപ്പെടാൻ പാടില്ല സച്ചിയേട്ടാ. ഞാനിന്ന് ജീവനോടെ നിൽക്കുന്നത് തന്നെ ആദ്യമോ കാരണമാണെന്നൊക്കെ രേവതി പറയുന്നുണ്ട്. സച്ചിയും അത് ശരിവെച്ച് കൊടുക്കുന്നുണ്ട്. ശരിയാ സച്ചിയേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് രേവതി പറയുമ്പോഴേക്കും സച്ചിയും പറയുന്നുണ്ട്, എനിക്കും നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, എന്നാൽ സച്ചിയേട്ടൻ ആദ്യം പറ. അപ്പോൾ സച്ചി പറയും, ഇല്ല നീ ആദ്യം പറ എന്ന് പറയുവാണ്. അപ്പോൾ രേവതി സച്ചിനോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ നമുക്ക് ആദ്യയെ ദത്തെടുത്താലോ, നമുക്ക് നമ്മുടെ മോനായിട്ട് വളർത്താം അവനെ എന്ന് പറയുമ്പോഴേക്കും സച്ചി പെട്ടെന്ന് കാറ് നിർത്തുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ രേവതി നമ്മൾ എങ്ങനെയാണ് ഒരേപോലെ ചിന്തിക്കുന്നത്, ഞാനും ഈ കാര്യം തന്നെയാണ് നിന്നോട് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ആദ്യം ഇപ്പോൾ തന്നെ എനിക്ക് എൻ്റെ വീട്ടിലെ ഒരു കുട്ടിയായിട്ട് തന്നെ തോന്നുക. ദൈവം നമ്മളും അവനും വേണ്ടി എന്തോ ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി തന്നത് ആദ്യം എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയും, അതൊന്നും എനിക്കറിയില്ല, പക്ഷേ ചെറുപ്പത്തിലെ അമ്മയില്ലാത്തതിൻ്റെ വിഷമം അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവത്തുള്ളൂ. എനിക്കത് നല്ലവണ്ണം മനസ്സിലാവും. ആദ്യം ഒരിക്കലും അതുപോലെ വളരരുത്, നമുക്ക് അവൻ ഇപ്പം തന്നെ കൂട്ടിക്കൊണ്ട് വരാം രേവതി എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ അതിന് നമുക്ക് എല്ലാവരോടും അനുവാദമൊക്കെ മേടിക്കണ്ടേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നമ്മൾ വളർത്താൻ പോകുന്നു, അതിന് ആരുടെ അനുവാദമാണ് രേവതി വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, ആ വീട്ടിൽ നമ്മൾ മാത്രമല്ലല്ലോ ഉള്ളത്, വീട്ടിലുള്ള എല്ലാവരോടും പറയണ്ടേ സച്ചിയേട്ടാ. അപ്പോൾ സച്ചി പറയും, അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല രേവതി, അപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമേ ഉണ്ടാകുള്ളൂ, അമ്മ എടുക്കണ്ടെന്നേ ദത്തെടുക്കണ്ടെന്നേ പറയത്തുള്ളൂ. അമ്മ എല്ലാത്തിനും എതിർപ്പ് പറയും, പൊട്ടിത്തെറിക്കും, എല്ലാം ചെയ്യും. അമ്മയുടെ വാക്കുകൾ കേട്ട് നമ്മൾ ഓരോന്നും ചെയ്യാൻ നിന്നാൽ നമുക്ക് ഈ ജീവിതത്തിലൊന്നും ചെയ്യാൻ സാധിക്കില്ല രേവതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ടേ. പക്ഷേ രേവതി ആണെങ്കിലോ ആദ്യ ദത്തെടുക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരുടെയും സമ്മതം വേണം എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ആദ്യയുടെ അമ്മുമ്മ സമ്മതിക്കണ്ടേ, പിന്നെ ആദ്യയുടെ അമ്മ ഇതിന് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചു പറയുന്നുണ്ട്, പിന്നെ മോനെ തിരിഞ്ഞു നോക്കാതെ ദുബായിൽ ജോലി ചെയ്യുന്നവർ ഈ വിഷയം കേട്ട് അവർക്ക് സന്തോഷമാവത്തുള്ളൂ, അവരെന്തിനാ എതിർക്കുന്നതെന്നൊക്കെ സച്ചു ചോദിക്കുന്നുണ്ട്. എന്നാലും ഇത് നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ സച്ചിയേട്ടാ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, പിന്നെ നീ എന്ത് ചെയ്യണം എന്നായി പറഞ്ഞു വരുന്ന രേവതി, ആദ്യം നമ്മളെടുത്ത ഈ തീരുമാനം ശരിയാണോ എന്ന് നമുക്കറിയണം, ശരിയാണോ എന്ന് ഇപ്പം അറിയാൻ എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി. ഇത് ഒരു ചെറിയ കാര്യമല്ല സച്ചിയേട്ടാ, നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനം ശരിയാണോ എന്ന് നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് രേവതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ തീരുമാനിക്കാമെന്ന് പറയുവാണ്. അതിപ്പോൾ എങ്ങനെ അറിയും രേവതി എന്ന് സച്ചി വീണ്ടും ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, നമുക്ക് ദൈവത്തോട് ചോദിക്കാം. അപ്പോൾ സച്ചി പറയും, ദൈവത്തോടോ, ദൈവം എങ്ങനെ ഇതിനൊരു ഉത്തരം തരാനാ. സച്ചിയുടെ നേരെ അമ്പലത്തിലോട്ട് വണ്ടി വിടും, നമുക്ക് ദൈവത്തോട് ഇതിൻ്റെ അനുവാദം ചോദിക്കാം, ഇത് ശരിയാണോ തെറ്റാണോ നമ്മളെടുത്ത തീരുമാനം എന്നൊക്കെ ചോദിക്കാമെന്ന് പറയുമ്പോഴേക്കും ദൈവം ഒന്നും പറയാൻ പോകുന്നില്ല രേവതി എന്ന് സച്ചി പറയുവാണേ. അപ്പോൾ രേവതി പറയും, ദൈവത്തിനെ കൊണ്ട് പറയിപ്പിക്കാനൊക്കെ എനിക്കറിയാം. അപ്പോൾ സച്ചി പറയും, ഓ നീ അമ്പലത്തിലെ പൂജാരിനേക്കാളും ശക്തിയുള്ള ആളാണോ, ശരി അമ്പലത്തിൽ പോയി നോക്കാം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ സച്ചിയും രേവതിയും കൂടി അമ്പലത്തിലോട്ടൊക്കെ പോകുന്നുണ്ട്. അവിടെ വെച്ച് രേവതി 2 ചീട്ടിൽ 2 വാക്കുകൾ എഴുതുവാണ്. ഒന്നിൽ എടുക്കാം, മറ്റേതിൽ എടുക്കണ്ട എന്നുള്ളത് എഴുതുവാണ്. എന്നിട്ട് അത് രണ്ടും മടക്കി അമ്പലത്തിലെ ശാന്തിക്കാരൻ്റെ കയ്യിൽ കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സ്വാമി ഞാനേ ജീവിതത്തിൽ ഒരു പ്രധാന തീരുമാനം എടുക്കാൻ പോവാണ്, സ്വാമി ഈ ചീട്ട് ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടേ പൂജിച്ചിട്ട് ഒരെണ്ണം ഇക്കൂട്ടത്തിൽ നിന്നും എടുക്കണം, അതായിരിക്കും നമ്മുടെ തീരുമാനം എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, ഓ ഇങ്ങനെയാണോ ദൈവം മറുപടി തരുമെന്ന് പറഞ്ഞത്, കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശാന്തിക്കാരൻ ആ ചീട്ടും കൊണ്ട് അകത്ത് പോയി നല്ലോണം പ്രാർത്ഥിച്ചിട്ട് അതിൽ നിന്നും ഒരു ചീട്ടെടുത്ത് രേവതിയുടെ കയ്യിൽ കൊടുക്കുവാണ്. രേവതി ഭയങ്കര പ്രതീക്ഷയോടെ ആ ചീട്ട് തുറക്കാൻ പോവാണ്. തുറക്കുമ്പോഴേക്കും രേവതിയുടെ മുഖഭാവമൊക്കെ മാറുവാണേ, ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കും, എന്താ രേവതി എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി ആ ചീട്ട് സച്ചിയുടെ കയ്യിൽ കൊടുക്കുവാണ്. ആ ചീട്ടിൽ വന്നിരിക്കുന്നത് എടുക്കണ്ടെന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എടുക്കണ്ടെന്നോ, എൻ്റെ രേവതി എന്താ ഇതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ദൈവത്തിന് നമ്മൾ ആദ്യം ദത്തെടുക്കുന്നത് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി ഇതിനാണോ ധൃതി പിടിച്ച് നീ ഇങ്ങോട്ട് എന്നെ വിളിച്ചുകൊണ്ടും വന്നത്, ദൈവം ഇറങ്ങി വന്ന് നിന്നോട് പറഞ്ഞോ ഇഷ്ടമില്ല, ഒന്ന് പോ രേവതി, ഇതിലൊക്കെ എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ, ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇതുപോലെ 2 ചീട്ടിട്ടിട്ട് ഒരെണ്ണം എടുക്കണം, ദൈവത്തോട് നല്ലോണം പ്രാർത്ഥിച്ച് ഒരെണ്ണം എടുക്കണം, അത് നമുക്ക് ദൈവം പറഞ്ഞു തരുന്ന ഒരു വഴി പോലെയാണ് എനിക്കെന്നൊക്കെ രേവതി പറയുന്നുണ്ട്. എൻ്റെ രേവതി നമുക്ക് വീട്ടിൽ പോയിട്ടൊരു തീരുമാനം എടുത്താൽ പോരായിരുന്നു, വെറുതെ ഈ അമ്പലത്തിൽ വന്ന് ചീട്ടിട്ടിട്ട് ഇപ്പോൾ നീയും ആകെ കൺഫ്യൂഷൻ ആയില്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ദൈവം നമുക്കായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു സച്ചിയേട്ടാ, നമുക്ക് ഇതേപ്പറ്റി ആദ്യം ചിന്തിക്കാം എന്നൊക്കെ രേവതി പറയുവാണ്.
എൻ്റെ രേവതി, ഒരു നല്ല കാര്യം നമുക്ക് ചെയ്യാൻ തോന്നുമ്പോൾ അതപ്പം തന്നെ ചെയ്യണം, പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. നീ കേട്ടിട്ടില്ലേ അങ്ങനെയെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ, ദൈവത്തിന് നമ്മളോട് എന്തോ പറയാനുണ്ട്, അതാ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, പിന്നെ ദൈവത്തിന് നമ്മളോട് എന്തോ പറയാൻ വേണ്ടി ഇറങ്ങി വരുവാൻ നിൽക്കല്ലേ, എന്തോരം പ്രശ്നങ്ങളുണ്ട് ഈ നാട്ടിൽ രേവതി. അപ്പോഴാ ദൈവം, ഇതൊരു 50-50 50-50% ചാൻസിൽ നീ തന്നെ ഇട്ട ടോസല്ലേ, നറുക്കല്ലേ, അപ്പോൾ അതിൽ ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ രേവതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. സച്ചി അധികം ദൈവവിശ്വാസിയല്ലോ. ഈ കാര്യത്തിൽ എങ്ങനെ തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയാം, നീ വാന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടി പോവാണേ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ് ആണ്. ബാമയുടെ ഐഡിയ കൊണ്ട് തന്നെ ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ്സിൽ ഇപ്പോൾ 6-7 പിള്ളേരൊക്കെ ആയിട്ടുണ്ട് ഡാൻസ് പഠിക്കാൻ വേണ്ടി. അതിൽ ചന്ദ്ര ഭയങ്കര സന്തോഷത്തിലാണ്. ചന്ദ്ര അതിന് നന്ദിയും പറയുന്നുണ്ട് ബാമേനോട്. ബാമേ, നിൻ്റെ ഐഡിയ ഏതായാലും കൊള്ളാം, 1 മാസം ഡാൻസ് ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുത്തോണ്ട് തന്നെ എല്ലാവരും ഇങ്ങോട്ട് കയറി വരുവായിപ്പോൾ. ഇനി മുതൽ എൻ്റെ ജീവിതം മാറി മറിയാൻ പോവാ ബാമേ, ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ ആ പൈസയൊക്കെ ഈ തുണിയിൽ കയറ്റി പിടിക്കാനുള്ള നിൻ്റെ ഐഡിയ അപാരം തന്നെയെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ബാമയെ പുകഴ്ത്തുന്നുണ്ട്. ചന്ദ്ര ഇനി നല്ല നിലയിൽ എത്തും എന്നുള്ളൊരു ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ചന്ദ്ര ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ്സിൽ ഒരു അച്ഛൻ മകളെ കൊണ്ടുവന്ന് വിട്ടിട്ടും പോകുവാണേ. പക്ഷെ ആ മകളാണെങ്കിലോ അച്ഛൻ പോയി കഴിയുമ്പോഴേക്കും കൂടെ ഒരു ബാക്കിലൊരു ചെക്കൻ വരുന്നുണ്ടാവും. ആ ചെക്കനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ് വഴി പുതിയ പ്രശ്നം എന്തായാലും ഉണ്ടാവും എന്ന് ഉറപ്പാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ അകത്തോട്ട് കയറുവാണേ. പുതിയ സ്റ്റുഡൻസ് ആണ് അവിടെ ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്, ഈ ചെക്കനും പെണ്ണും കൂടി. അപ്പോൾ ചന്ദ്ര അവരോട്, നിങ്ങളല്ലേ ഇന്നലെ യൂണിഫോം ഒക്കെ മേടിച്ചുകൊണ്ടും പോയത്, വാ ഡാൻസ് ക്ലാസ് തുടങ്ങാൻ സമയമായി, പോയി റെഡി ആയിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിടുവാണേ. അവർ റെഡി ആയിട്ട് വരുന്നുണ്ട്. അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നവരാണെന്ന് അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ചന്ദ്ര അവരെ ഡാൻസൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നല്ലോണം. എന്നിട്ട് കുറച്ച് നേരം ബ്രേക്ക് കിട്ടുമ്പോഴേക്കും ഈ ചെക്കനും പെണ്ണും കൂടി മാറി നിന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ പെണ്ണ് പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നുണ്ട്, എൻ്റെ അച്ഛനെങ്ങാനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ. അപ്പോൾ അച്ഛൻ പറയും, വേറൊരു സ്ഥലത്തും വെച്ച് നിന്നെ കാണാനുള്ള ഇതില്ലല്ലോ, കാരണം തൻ്റെ അച്ഛൻ ലൈവ് ലൊക്കേഷൻ എപ്പോഴും ഫോണിൽ ഇട്ടുകൊണ്ടിരിക്കുമല്ലോ, അതുകൊണ്ട് എവിടെ പോയാലും അറിയും. ഇതാവുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഡാൻസും പഠിക്കാം, പ്രണയിക്കുകയും ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഡാൻസ് ക്ലാസ് അവർക്ക് കണ്ടുമുട്ടാനുള്ള ഒരു ഇടമായിട്ട് മാറ്റുവാണ്. ആ ചെക്കനാണെങ്കിൽ ചന്ദ്രനെ ഭയങ്കര സോപ്പടരാണ്. ചന്ദ്ര നന്നായി പഠിപ്പിക്കുന്നുണ്ട്. അവരെല്ലാവരും ചന്ദ്രയെ ടീച്ചർ എന്നാണ് വിളിക്കുന്നത്. അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര ഭയങ്കര സന്തോഷം അഭിമാനമൊക്കെ തോന്നുന്നുമുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ്. വർഷയായിട്ട് വഴക്ക് പിടിച്ചിരിക്കുമായിരുന്നല്ലോ, ആ വഴക്ക് മാറ്റാൻ വേണ്ടി ശ്രീകാന്ത് വരുവാണ്. ശ്രീകാന്ത് വന്നിട്ട് വർഷയോട് ചോദിക്കുന്നുണ്ട്, വർഷേ നമുക്കൊന്ന് പുറത്തു പോയാലോ? അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, എവിടെ? നമുക്കിന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, വേണ്ടാന്ന് പറയുവാണേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, നിന്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ വർഷേ? ഞാൻ ചെയ്തത് തെറ്റാ, നിന്റെ അമ്മ വന്ന് അങ്ങനെയൊക്കെ ചെയ്തതിന് നിന്നോട് ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു, സോറി വർഷേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, നീ വന്ന് സോറി പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ നിന്നോട് മിണ്ടണോ? അപ്പോൾ ശ്രീകാന്ത് പറയും, പിന്നെ അപ്പോൾ നിനക്ക് പുറത്ത് പോകണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ദേഷ്യം മാറിയില്ലേ? അപ്പോൾ വർഷ പറയും, പുറത്തൊക്കെ പോവാം, പക്ഷെ ആദ്യം എന്നെ സിനിമക്ക് കൊണ്ടുപോകണം, ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, ഒന്ന് ചെറുതായിട്ട് വഴക്കിട്ടതിന് നീ ഇത്രയും സ്ഥലത്ത് കൊണ്ടുപോകണം എന്നൊക്കെ പറയണോ? അപ്പോൾ വർഷ പറയും, പൈസയെക്കുറിച്ച് ആലോചിച്ച് ശ്രീകാന്ത് ഒന്നും ചിന്തിക്കണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം, പക്ഷേ എന്നെ പുറത്ത് കൊണ്ടുപോകണം എന്നൊക്കെ പറയുവാണ്, ഇത്രയും സ്ഥലത്ത് കൊണ്ടുപോകണം എന്ന് പറയുവാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, ശരി വാ പോയിട്ടും വരാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വർഷ പറയും, അങ്ങനെയാണെങ്കിൽ ശരി, നീ ഇടയ്ക്കിടയ്ക്ക് എന്നോട് തല്ല് പിടിച്ചോ, അപ്പോൾ എനിക്ക് ഇതുപോലെയൊക്കെ പുറത്തോട്ട് പോകാമല്ലോ, നീ വന്ന് എന്നെ പുറത്ത് എല്ലായിടത്തും കറക്കാനും കൊണ്ടുപോകും. അപ്പോൾ ശരി ശ്രീകാന്ത്, ഞാൻ റെഡി ആയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് വർഷ ഭയങ്കര കൂളായിട്ട് പോവാണ്. അങ്ങനെ അവർ തമ്മിലുള്ള വഴക്ക് അതോടുകൂടി മാറുവാണ്. പിന്നെ കാണിക്കുന്നത് ശ്രുതി ഇങ്ങനെ മുഖമൊക്കെ മാറി വീട്ടിലിങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇത്, നീ ആ ഫംഗ്ഷന് പോയി വന്നപ്പോൾ തൊട്ട് നിൻ്റെ മുഖം ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സച്ചിൻ രേവതിയും ഇത് കേട്ടോണ്ട് വീട്ടിലോട്ട് വരുവാണേ. ഫംഗ്ഷനോ? ഏത് ഫംഗ്ഷൻ? അവൾക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വരുവാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞങ്ങളൊരു ഫംഗ്ഷൻ കഴിഞ്ഞ് വരുവാ, ഞങ്ങളും ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, ഏത് ഫംഗ്ഷനടാ, നിങ്ങൾ ഏത് ഫംഗ്ഷനാണ് പോയിട്ട് വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾ ആദ്യം കാണാൻ വേണ്ടി പോയായിരുന്നു, അപ്പോഴാണ് അറിഞ്ഞത് അവൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഈ ടൈമിലാണ് നമ്മുടെ ചന്ദ്രയെ മറ്റേ പയ്യൻ കൊണ്ടുവന്ന് ആക്കുന്നത്, വീട്ടിൽ കൊണ്ടുപോയി വിടാന്നൊക്കെ പറഞ്ഞ ആ ചക്ക ഭയങ്കര ഷോപ്പിംഗ്. അങ്ങനെ ആ ചക്ക ചന്ദ്രയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഒരുപാട് വിനയമൊക്കെ അമിതമായിട്ട് കാണിക്കുവാണ് ഈ പയ്യൻ. എന്നിട്ട് പറയും, മാഡത്തിൻ്റെ ബാഗ് ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാം, മാഡം ഇതൊന്നും ചുമന്നുകൊണ്ടും പോകണ്ടെന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് ചന്ദ്രയുടെ അതും കൊണ്ട് ബാഗും കൊണ്ട് ആ പയ്യൻ തന്നെ അകത്തോട്ട് കയറി അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഭയങ്കര വിനയമൊക്കെ കാണിച്ച് ചന്ദ്രയുടെ കാലൊക്കെ തൊട്ട് വണങ്ങുന്നുണ്ട്. ഈ ചിക്കൻ്റെ വിനയമൊക്കെ കാണുമ്പോഴേക്കും സച്ചിയും സുധിയും എല്ലാം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്, പോരാണ്ട് മാസ്റ്റർ എന്നുള്ള വിളിയും. അങ്ങനെ ആ ചെക്കൻ പറയുന്നുണ്ട്, നാളെ ഞാൻ തന്നെ മാസ്റ്ററിനെ വന്ന് പിക്ക് ചെയ്തോളാന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും,
എൻ്റെ മകന് കാറുണ്ട്, വലിയ ബിസിനസ് മാനാ, ഞാൻ അവൻ്റെ കൂടെ വന്നോളാം രാവിലെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഈ പയ്യൻ പോയി കഴിയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ആരാ അമ്മേ, അമ്മനെ മാസ്റ്റർ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. എൻ്റെ ഭരതനാട്യം സ്റ്റുഡൻറ്റാ, ഇനി ഞാൻ ഇവിടെയൊന്നും അല്ല, ഒരുപാട് മുകളിലോട്ടാണ് പോകാൻ പോകുന്നത്, നിങ്ങളൊന്നും എത്തിപ്പെടാത്ത നിലയിലോട്ട് ഞാൻ എത്തും. ഇപ്പോൾ 6 സ്റ്റുഡൻസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും നെട്ടുവാണേ. അപ്പോൾ ശ്രീകാന്തൊക്കെ പറയുന്നുണ്ട്, ഇനി 6 60 ആവും, 60 600 ആവും, അമ്മ ഉയരങ്ങളിലോട്ട് പോട്ടെ, എൻ്റെ ആശംസകൾ എന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്ര ഏതായാലും നിലത്തൊന്നും അല്ലേ. 6 സ്റ്റുഡൻസ് ചേർന്നപ്പോൾ തന്നെ അതിൻ്റെ അഹങ്കാരവും കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ പൊക്കി പറയുന്നുണ്ട്, അമ്മ എനിക്ക് ഭയങ്കര സന്തോഷമായി, അമ്മയുടെ ഡാൻസ് ക്ലാസ്സിൽ ഇത്രയും പിള്ളേർ ചേർന്നതൊക്കെ അറിഞ്ഞപ്പോഴേക്കും അമ്മ ഇനി നല്ല നിലയിലെത്തും, നാട്യമയൂരിയാവും എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അനുഗ്രഹിക്കുന്നുണ്ടേ. എന്നിട്ട് എല്ലാവരും പണിക്ക് പോവുകയാണ്. അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അച്ഛനോട് നമ്മൾ കാര്യം അവതരിപ്പിച്ചില്ലല്ലോ സച്ചിയേട്ടാ, രാത്രി ആവട്ടെ, എല്ലാവരും ഇപ്പോൾ പോയില്ലേ, എല്ലാവരും തിരിച്ചു വരട്ടെ എന്നൊക്കെ പറയുവാണേ. പിന്നെ കാണിക്കുന്നത് രാത്രിയാകുമ്പോഴേക്കും സച്ചി രേവതിയോട് പറയുന്നുണ്ട്, രേവതി നീ പോയി എല്ലാവരും വിളിച്ചുകൊണ്ട് വാ, നമുക്കിപ്പോൾ തന്നെ കാര്യം അവതരിപ്പിക്കാമെന്ന് പറയുവാണ്. അങ്ങനെ ഹോളിൽ എല്ലാവരും ഒത്തുകൂടുമ്പോഴേക്കും സച്ചി ശ്രുതിനോട് ചോദിക്കും, എടാ പാലറെട്ടത്തി വന്നില്ലേ? ഇല്ല, അവൾ എത്തിയിട്ടില്ല. അത് കുഴപ്പമില്ല, ഞാൻ പറയാം. എന്നിട്ട് രേവതി പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുവാണേ. അച്ഛാ ഞങ്ങൾ ഇന്ന് ആദിയുടെ വീട്ടിൽ പോയായിരുന്നു എന്ന് പറയുവാണേ. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, ഏതാദി, നമ്മുടെ വീട്ടിലിടക്ക് വരുന്ന ആ മോനോ, അവൻ്റെ വീട്ടിലാണോ? അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതേന്ന്. അപ്പോൾ ഈ ടൈമിലാണ് നമ്മുടെ ശ്രുതി കടന്നു വരുന്നത്. ശ്രുതി അകത്തോട്ട് കയറുന്നില്ല, പുറത്തു നിന്ന് തന്നെ ഇവരുടെ സംഭാഷണങ്ങളൊക്കെ കേൾക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ആ വീട്ടിൽ പോയപ്പോഴാണ് ആദിയെ പറ്റിയുള്ളൊരു രഹസ്യം നമുക്ക് മനസ്സിലായെന്നൊക്കെ പറയുവാണ്. അപ്പോൾ അച്ഛൻ പറയും, എന്ത് രഹസ്യം? അല്ല, ആ കുട്ടിക്ക് അമ്മയുണ്ട് അച്ഛാ എന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, ആ കുട്ടിക്ക് ആരും ഇല്ലെന്നല്ലേ അവൻ്റെ അമ്മൂമ്മ പറയണ്ടായിരുന്നത്, അമ്മയോ അച്ഛനോ ആരും ഇല്ലെന്ന്. അപ്പോൾ സച്ചി പറയും, ഇല്ലച്ച അമ്മയുണ്ട് എന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, അവരുടെ മുഖം കണ്ടപ്പോഴേ എനിക്കൊരു വശപ്പശൊക്കെ തോന്നിയായിരുന്നു, അവരെ കണ്ടാലേ അറിയാം ആളത്ര ശരിയല്ലെന്ന്. ഇതൊക്കെ കേട്ടോണ്ട് ശ്രുതി പുറത്തുനിന്ന് വിഷമിക്കുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ അത് അവരുടെ ആ അമ്മക്കൊരു കുഴപ്പവും ഇല്ലച്ചാ, ആ അമ്മക്കൊരു തെറ്റുപറ്റി, ചെറുപ്പത്തിലെ മകളെ ഒരു പ്രായമുള്ള ഒരാളെ കൊണ്ട് കെട്ടിച്ചു, അവൾക്ക് താല്പര്യമില്ലായിരുന്നു, നിർബന്ധിച്ചൊക്കെ കെട്ടിച്ചതാ, കല്യാണശേഷം കുട്ടിയായപ്പോഴേക്കും അയാൾ മരിക്കുകയും ചെയ്തു. ദുബായിൽ ഒരു മോളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ആദിയുടെ അമ്മ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, ഓ അപ്പോൾ അവരുടെ മകൻ്റെ മോനല്ലേ അത്, ആ മകളുടെ മോനാണല്ലേ, കണ്ടോ എന്തൊക്കെ കള്ളങ്ങളാണ് അവരിവിടെ വന്ന് പറഞ്ഞതെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. സച്ചി പറയും, അവർക്കാണെങ്കിൽ ഇപ്പം ഈ മകനെ വേണ്ടെന്നാ, മകൻ്റെ കാര്യം പോലും ഓർക്കാതെ അവർ ആ ദുബായിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുവാണേ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു അമ്മ ഇങ്ങനെ മകനെ വേണ്ടെന്ന് പറയൂ, അത് അവരുടെ സ്വന്തം മകൻ തന്നെയല്ലേ. അപ്പോൾ സച്ചി പറയും, അതിനുദാഹരണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, എന്നെ അതുപോലെ വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛമ്മയുടെ വീട്ടിൽ കൊണ്ടേ ആക്കിയത്, ഞാൻ അവിടെയല്ലേ വളർന്നേന്നൊക്കെ പറയുവാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ സച്ചിയെ നോക്കുവാണ്. അമ്മ ഉള്ളപ്പോഴും അമ്മയുടെ സ്നേഹം കിട്ടാതെ വളരേണ്ടി വരുന്നൊരവസ്ഥയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇമോഷണൽ ആവുകയാണേ. അപ്പോഴേക്ക് രവീന്ദ്രൻ ഇങ്ങനെ സച്ചിയെ വിളിക്കുന്നുണ്ട്, എടാ സച്ചി എന്താടാ? സച്ചി പറയും, ഇല്ലച്ചാ ഞാൻ ആദിയെ പറ്റിയാ പറഞ്ഞതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എന്തായാലും ആദിയുടെ അമ്മയുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് മകനെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് ശരിയാണോ? ഇങ്ങനത്തെ ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് കാണുക, സ്വന്തം മകൻ തന്നെയല്ലേ അത് എന്നൊക്കെ പറയുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിയും ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുവാണ്. അപ്പോൾ അവർ മകനുള്ളൊരു കാര്യം മറച്ചു വെച്ചിട്ട് ഇപ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കുവാണല്ലേ. അപ്പോൾ സച്ചി പറയും, അതെ, ഹോ ഇതും നല്ലൊരു തട്ടിപ്പാണല്ലോ, നല്ല പഠിച്ച സ്ത്രീ തന്നെ അവർ, സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞ് വേണമെങ്കിൽ അവർ വേറൊരു മണ്ടനെ കല്യാണം കഴിച്ച്, വേറൊരു മണ്ടനെന്നല്ല അയാളെ പറ്റിച്ച്, ഇതുപോലെ പറ്റിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പറ്റിച്ച് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും, നല്ല പഠിച്ച കള്ളി എന്നൊക്കെ ചന്ദ്രയും ശ്രുതിയും കൂടി പറയുവാണ്. ഇത് കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ പുറത്ത് നിന്ന് കരയുവാണ്. കാരണം ഇവരുടെയൊക്കെ ഉള്ളിലെ വർത്താനം ശ്രുതിനെ പറ്റിയാണല്ലോ ഈ പറയുന്നത്, അതുകൊണ്ട് തന്നെ ശ്രുതി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.